ഈ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരാണല്ലോ അല്ലേ? ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളുടെ എതിർ രാഷ്ട്രീയക്കാരെയും നല്ല ബന്ധവും കാര്യങ്ങളും വെച്ച് പുലർത്തുന്നവരാണ്. ഇവരുടെ എല്ലാം ബിസിനസ് ബന്ധങ്ങളും താല്പര്യങ്ങളും നിങ്ങളൊന്ന് അന്വേഷിക്കും. ആരുമായിട്ടാണ് മറ്റടുപ്പം, ആരുമായിട്ടാണ് കരാറുകൾ വരിക എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് അന്വേഷിക്കും. ഈ പറയുന്ന ഈ ഷാഫി പറമ്പിലെ പാർട്ടിയിലുള്ള ഒരാളല്ലേ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കൃഷ്ണകുമാറും ഷാഫിയും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട്, നല്ല തരത്തിലുള്ള അവരുടെ ലക്ഷ്യം പണസമ്പാദ്യമാണ് എന്ന് പരസ്യമായി പത്രക്കാരോട് പറഞ്ഞതല്ലേ? ഷാഫി പറമ്പിലും കൃഷ്ണകുമാറും അല്ലേ ബിസിനസ് ബന്ധം? ആ ബന്ധമല്ലേ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും കരാറാവുക. CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഏതെങ്കിലും ഒരു വാർഡ് ഇലക്ഷനിൽ പോലും BJP-യുമായിട്ട് കൂട്ടുകൂടുന്നുണ്ട് എന്ന് ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ കൊച്ചുകുട്ടികൾ പോലും പറയുമോ? BJP-യും CPM തമ്മിൽ യോജിച്ച് 4 വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു. തലയിൽ ആൾതാമസമുള്ള ഒരാളും പറയില്ല. അതുകൊണ്ട് അതൊക്കെ വെറുതെ ഇവര് അതെന്താ വെച്ചാൽ അവർ കാലാകാലമായി ഡീലിംഗ് നടത്തിയ ആളുകളാണല്ലോ. ഈ BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് BJP-യുടെ വോട്ടുകൾ കാലാകാലമായി വിൽക്കുന്നൊരു പരിപാടിയാണല്ലോ BJP ചെയ്തിട്ടുള്ളത്. അത് അവരുടെ ഒരു പാരമ്പര്യമാണ്. ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം CPM-നെ നോക്കിക്കാണുന്നത്, കോൺഗ്രസും BJP-യൊക്കെ. CPM-ന് ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 4 വോട്ടിന് വേണ്ടിയിട്ട് എന്ത് തരം താഴ്ന്ന പണിയും ചെയ്യുന്നൊരു കോൺഗ്രസിൻ്റെ മനോഭാവമല്ല CPM-നുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രാഷ്ട്രീയ നിലപാടിനനുസൃതമാണ്. ആ നിലപാടിൽ നിന്നുകൊണ്ട് മാത്രമേ ഞങ്ങളതിനെ ഏത് വിഷയത്തെയും കാണുള്ളൂ. അതാണ് ഞങ്ങളുടെ ഒരു രീതി. അതുകൊണ്ടാണ് ഞങ്ങൾ വർഗീയ പാർട്ടികളുടെ നിന്ന് വോട്ട് പരസ്യമായി വേണ്ട പറയാനുള്ള കരുത്ത് കാണിച്ചത്. ഞങ്ങളെപ്പോലെ പറയുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ടോ, രാജ്യത്തുണ്ടോ? ഏത് വർഗീയ പാർട്ടിയുടെയും, ജമാഅത്തെ ഇസ്ലാമിൻ്റെയും SDPI-യുടെയും RSS-ൻ്റെയും BJP-ൻ്റെയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഒരു തരത്തിലും ബന്ധമില്ല, 4 വോട്ടിന് വേണ്ടി ഏത് തരം താഴ്ന്ന പണിയും ചെയ്യില്ല എന്ന് പറയാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? അവരാദ്യം SDPI-ൻ്റെ 4 ദിവസം കൊടുത്തില്ലേ വേണ്ടെന്ന് പറയാൻ? അപ്പം അത് അവർക്കുള്ള ഒരു ഡീലിംഗ് ആണ്. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു കാര്യം ഒരു കാലത്തും ഉണ്ടാവില്ല, ഭാവിയിലും ഉണ്ടാകുന്നില്ല. അതെല്ലാം വെറുതെ പ്രചാരവേലകൾ മാത്രമാണ്. ഈ ഷൊർണൂർ ഞങ്ങൾ ഏകദേശം ഒരു 30,000-ലധികം വോട്ട് ലീഡ് ചെയ്യും. ഒറ്റപ്പാലം 15-ഉം 20-നകത്തും ലീഡ് ചെയ്യും. കോങ്ങാട് 15,000-ഓളം വോട്ട് ലീഡ് ചെയ്യും. ഇരുപത്തഞ്ചിൻ്റെയും 30-ൻ്റെയും ഇടയിൽ മലമ്പുഴ ലീഡ് ചെയ്യും. ഇതാണ് ഞങ്ങൾക്ക് ലീഡുള്ള 4 മണ്ഡലങ്ങളുടെ ഇന്നത്തെ സ്ഥിതി. ആലത്തൂർ എല്ലാ മണ്ഡലങ്ങളിലും ലീഡാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ ആവർത്തനമായിരിക്കും. ഇപ്പോൾ പാലക്കാട് തന്നെ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. ഇത് ഞങ്ങളുടെ ഒരു വോട്ടിൻ്റെ, അതായത് ഞങ്ങൾ പോൾ ചെയ്യിപ്പിച്ച് LDF-ന് വോട്ട് ചെയ്തവരുടെ മാത്രം. ഇനിയൊരു സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ തരംഗം LDF-ന് അനുകൂലമാണെന്നിരിക്കട്ടെ, ഇതായിരിക്കില്ല ചിലപ്പോൾ. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അത്രത്തോളം വലിയ ലീഡ് വരാനും സാധ്യതയുണ്ട്. ലക്ഷത്തിൻ്റെ പുറത്ത് പാലക്കാട് പോകാനുള്ള സാധ്യത. അങ്ങനെ ഒരു
ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ആരും വിചാരിച്ചിട്ടില്ലല്ലോ. LDFിനെതിരായിട്ടുള്ള ഈ ഒരു തള്ളിച്ച 2019 അങ്ങനെ UDFിന് അനുകൂലമാകുന്ന മാധ്യമങ്ങൾ പോലും പറഞ്ഞില്ല. ഉണ്ടാ അത് നേരെ തിരിച്ച് ഇത്തവണ അനുകൂലമാകുന്നത് LDFിനായിരിക്കും. അതേ മനസ്സ് രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ പല വോട്ടർമാരും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കിയത് അതാണ്. എങ്കിൽ 2 മണ്ഡലങ്ങളിലും ലക്ഷം കണ്ട് പുറത്ത്. കുറച്ചു കാലത്തായിട്ടില്ല 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാ 2ാം സ്ഥാനം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് 3ാം സ്ഥാനമായിരുന്നു. അതിനുശേഷം 2019 നടന്ന മറ്റേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 2ാം സ്ഥാനമായിരുന്നു. ഒന്നിലേക്ക് പറയാൻ പറ്റില്ല ആ നിലയ്ക്ക് തന്നെ. അത് ഒന്നാമത് അതിൽ നിങ്ങൾ ഞങ്ങളുടെ പാർട്ടി നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പ് വർക്ക്, ആ തെരഞ്ഞെടുപ്പ് വർക്ക് മറ്റേത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ താഴെത്തട്ടിൽ ശക്തമായിരുന്നു. കാരണം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ തീരുമാനമെടുത്തത് എല്ലാ നേതാക്കളും, ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ബൂത്തുകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം. ആ ബൂത്തുകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബൂത്തിലെ പ്രവർത്തനം വളരെ ശക്തമായ നിലയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് ബൂത്തിലുള്ള വോട്ടർമാരുമായി നേതാക്കൾ തന്നെ ഇടപെടുകയാണ്. ഞങ്ങൾ തന്നെ 10-50 വീട് ഒരു ദിവസം കയറണമെന്നാണ്. ആ നിലയ്ക്ക് ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അത് ആ നിലയ്ക്കുള്ളൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ആ റീഡിങ്ങാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം, ഇലക്ഷൻ പ്രവർത്തനം വളരെ ശക്തിപ്പെട്ട ഒരു ഇലക്ഷൻ ഘട്ടമാണ്.